അയ്യാ വണക്കം. ഇതാണ് നമ്പീശം വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതല്ലേ. യഥാർത്ഥത്തിൽ സുഡാപ്പികളെല്ലാം തന്നെ അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ, അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഞാനും അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു. 2-3 ദിവസം ഞാൻ അവരുടെ പേജൊക്കെ എടുത്ത് റിഫ്രഷ് ചെയ്ത് നോക്കി, യൂട്യൂബ് ചാനലെടുത്ത് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി, കണ്ടില്ല. പക്ഷേ ഇന്ന് വൈകുന്നേരം ആയപ്പം സംഭവം റെഡിയായി. സംഭവം അടുപ്പൂട്ട് ചർച്ചക്കാരെ കുറിച്ചാണ് പറയുന്നത്. എന്തായിരുന്നാലും അടുപ്പൂട്ട് ചർച്ചക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഹിജാബ് വിവാദത്തിൽ പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കർണാടകയിലോ ഉത്തരേന്ത്യയിലോ ഒക്കെ നടക്കുമ്പോൾ പ്രതികരിക്കാൻ വളരെ എളുപ്പമാണല്ലോ. നരേന്ദ്രമോദി ഫാസിസം, ശൂലം, ഭ്രൂണം, ഗർഭിണി, മോദിജി നടന്നു വരുന്നു. ഗുജറാത്തിൽ ഒരു പറത്തയിട്ട സ്ത്രീ ഇങ്ങനെ ഗർഭിണിയാണ്, ഇങ്ങനെ കിടന്ന് അലമുറയിടുന്നു, അയ്യോ പാനി എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പോൾ മോദിജി എന്ത് ചെയ്യുന്നു? തൊട്ടടുത്തിരിക്കുന്ന ശൂലം എടുക്കുന്നു, നേരെ വയറ്റിലേക്ക് കുത്തുന്നു, ഭ്രൂണം പുറത്തെടുക്കുന്നു, അട്ടഹസിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നല്ല സുഖമാണ്. കാരണം അടിപൊളിയാണല്ലോ, വലിയ പണിയൊന്നുമില്ല. കേരളത്തിൽ നിന്നും വിളിച്ചു കൂവാം. അതാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്ന് വിളിച്ചു കൂവുന്നത് പോലെയല്ല കേരളത്തിൽ ഹിജാബ് വിഷയം വരുമ്പോൾ. കർണാടകയിലൊക്കെ ഹിജാബ് വിഷയം വന്നപ്പോൾ അവിടെ ഉള്ളവരെ അച്ചാം പൂച്ചാൻ തെറി പറച്ചില്ലായിരുന്നു. നരേന്ദ്രമോദിയാണ്, ഫാസിസമാണ്, നാസിസമാണ്, മുസോളിനിസമാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ രീതിയിൽ ഇങ്ങനെ വലിച്ചു കീറുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ കേരളത്തിലൊരു ഹിജാബ് വിഷയം വന്നപ്പോൾ ഇവന്മാരെ 2 ദിവസം മഷിയിട്ട് നോക്കിയിട്ട് കണ്ടില്ല. 2 ദിവസം ഞാൻ ഇവന്മാരെ അടുപ്പൂട്ട് ചർച്ച ചെയ്ത പല കണ്ടൻറ്റും എടുത്ത് നോക്കി, എന്തൊക്കെയോ കണ്ടൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ സംഭവം തൊട്ടിട്ടില്ല. കാരണം ഇതിൽ ഏത് ആംഗിളിൽ പിടിക്കണം എന്നുള്ളൊരു ലൈൻ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പം പിടിക്കാതിരിക്കാനും പറ്റില്ല. ആംഗിൾ സെറ്റ് ചെയ്തെടുത്തു. എങ്ങനെയാണ് ആംഗിൾ സെറ്റ് ചെയ്തെടുത്തത്? ആ കന്യാസ്ത്രീകൾ ദൈവത്തിൻ്റെ മാലാഖമാരാണ്. അവരെന്ത് ചെയ്യണം? ഹിജാബ് എന്ന് പറയുന്ന ഒരു തുണിക്കഷ്ണം ഇവിടെയുള്ള സഹോദരിക്കിടാനുള്ള ഹൃദയ വിശാലത കാണിക്കണം എന്ന് പറഞ്ഞ ഒരു നെന്മ ആംഗിളാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ വെല്ലുവിളിക്കാനൊന്നുമില്ല. കാരണം കേരളമാണല്ലോ, നമ്മൾ ഇരിക്കുന്ന മണ്ണാണല്ലോ. ഇരിക്കുന്ന മണ്ണിൽ നമ്മൾ തോണ്ടി താഴോട്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ വെല്ലുവിളിക്കാൻ നമ്മളില്ല. പിന്നെ ഈ കർണാടകയിൽ നടക്കുന്നു, ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പം ഇവിടെ നിന്ന് ഒരുത്തനും അവിടെ പോയി നോക്കാനൊന്നും പോകണില്ലല്ലോ. ഇത് അങ്ങനെയാണോ നടന്നതെന്ന്. ഉത്തരേന്ത്യയിൽ പശുവിനെ മോഷ്ടിക്കുന്ന, അവിടെ ഉത്തരേന്ത്യയിലെന്ന് പറഞ്ഞാൽ ഈ പശുക്കടത്തെന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. നമ്മളിവിടെ ഇന്ന് കാണുന്നത് പോലെയല്ല. ഈ ഉത്തരേന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ പശുവൊക്കെ റോഡിലാണ് തലങ്ങും വിലങ്ങും ഇറങ്ങി നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ദേഷ്യം വരും, അത് വേറെ കാര്യം. അപ്പോൾ ഈ പശു എന്ന് പറയുന്നത് അവിടെയുള്ള കർഷകൻ്റെ സമ്പത്താണ്. നമ്മളൊരു പാസ്റ്ററൽ സൊസൈറ്റിയാണ്. ആ പശു എന്ന് പറയുന്ന ആ സമ്പത്തിനെ ആരെങ്കിലും മോഷ്ടിച്ചാൽ, അത് ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, അവന്മാരെ മോബ് ലിഞ്ച് ചെയ്യുന്ന ഒരു സംസ്കാരം ഉത്തരേന്ത്യയിലുണ്ട്. അത് നല്ല സംസ്കാരമല്ല, അത് വളരെ മോശം സംസ്കാരമാണ്. പക്ഷേ അവരങ്ങനെയാണ്. അവരെ ഇനി മാറ്റിയെടുത്തുകൊണ്ട് വരണം. അത് ഈ 60 കൊല്ലത്തെ കോൺഗ്രസിൻ്റെ ഭരണവും അവിടെയുള്ള മറ്റ് പല ഘടകങ്ങളും കൊണ്ടാണ് അവരങ്ങനെ ആയത്. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇവിടെ വരുമ്പോൾ ഉത്തരേന്ത്യയിൽ ബീഫ് കഴിച്ചവനെ തല്ലിക്കൊന്ന സംഖ്യകൾ എന്ന് പറഞ്ഞ് വാർത്ത അടിക്കുന്നത് പോലെ. കാരണം അവിടെ ചെന്ന് ആരും നോക്കാനായിട്ട് പോകുന്നില്ല. ഇവിടെ വരുമ്പോൾ വാർത്ത അടിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ആരെങ്കിലും വാർത്ത അടിച്ചു കഴിഞ്ഞാൽ സ്വന്തം നെഞ്ചാങ്കൊട്ടയിലിട്ട് അമിട്ട് പൊട്ടിക്കുന്നത് പോലെ ആയിപ്പോൾ എന്ന് അടുപ്പൂട്ടി ചർച്ചക്കാരന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് യവന്മാർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്ത് വരും, എപ്പോൾ അടിക്കാം എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എങ്കിലും ദേവുദ് സാറും അജിംസ് സാറും പിന്നെ നിഷാദ് റൗത്തർ സാറും കൂടെ അടുപ്പ് കൂട്ടി ചർച്ചയിൽ നിന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിച്ച ഒരു വിഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും തുടക്കത്തിൽ നമ്മുടെ നിഷാദ് സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിഷാദ് സാറ് പറയുന്ന കാര്യം, ചോദ്യത്തിനിടയിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് 2 സമുദായങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് കിട്ടിയ ചാകരയാണ് ഇത്. യഥാർത്ഥത്തിൽ ഇതൊരു സെക്യുലർ സൊസൈറ്റി എങ്ങനെ അഡ്രസ്സ് ചെയ്യണം ദേവുദ് സാർ? എങ്ങനെയാണ്? ഒന്നുകൂടെ പറ. നമ്മുടെ ജഗതി പറയുന്നത് പോലെ ഒന്നുകൂടെ പറ എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് 2 സൊസൈറ്റികളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാൻ കിട്ടിയവർക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാൻ തക്കം പാർത്തിരിക്കുന്നവർക്ക് കിട്ടിയ ചാകര. ആ നാക്കിൽ നിന്ന് തന്നെ ഇത് വന്നല്ലോ. പിന്നെ നീയൊക്കെ എന്താണ് ചെയ്യണത് എന്നൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മതേതരത്വമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നായിരിക്കും അവന്മാരുടെ മറുപടി വരുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇത്രയധികം സ്പർദ്ധ ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന ഒരു ചാനലും ഞാൻ വിചാരിച്ചിരുന്നത് ജനൻ TV ആയിരിക്കുമെന്നല്ല. അതിനെക്കാട്ടിലും വലിയ വേഷമാണ് ഈ ചാനൽ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതൊക്കെ എത്രയും പെട്ടെന്ന് വെട്ടി വിളയെ കളയാനായിട്ട് അമിത്ഷായോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ റാവുത്തർ സാർ പറഞ്ഞിരിക്കുന്നത് സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ദാവൂദ് സാറിന് എന്താണ് ഈ കാര്യത്തിൽ തോന്നുന്നത്? ഇതൊരു മതേതരമായിട്ട് ചിന്തിക്കുന്ന ഒരു സൊസൈറ്റിക്ക് പറ്റിയതാണ്. അപ്പോൾ നമ്മൾ ദാവൂദ് സാർ പറയുകയാണ്, നിഷാദേ, ഈ വിഷയമെന്ന് പറയുന്നത് സങ്കീർണമാണ്. ഈ വിഷയം ഇപ്പോൾ സങ്കീർണമായ. കർണാടകയിലൊക്കെ ഇത് നടക്കുമ്പോൾ ഇതൊട്ടും സങ്കീർണമല്ലായിരുന്നല്ലോ. കർണാടകയിൽ ഹിജാബിട്ട കുട്ടി നടന്നു വരുമ്പോൾ അവിടെ സംഘപരിവാർ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, വളഞ്ഞിട്ട് അതിഭീകരമായിട്ട് മർദ്ദിക്കുന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ വിഷയം കുറച്ചുകൂടെ സങ്കീർണവും. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മണ്ണിലിരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ അടുത്ത് കിടക്കുന്ന വിഷയമാണ്. അപ്പോൾ അതിനെ കുറച്ച് ഇതായിട്ട് കൈകാര്യം ചെയ്യണം. അപ്പോൾ ഈ വിഷയം ഭയങ്കര സങ്കീർണമാണ്. ഉത്തരേന്ത്യയിലാണെങ്കിൽ നമ്മൾ പൊളിച്ചടിക്കുക തന്നെ, പക്ഷേ കേരളത്തിലാണെങ്കിൽ നമുക്കത് സങ്കീർണമാണ് വിഷയം. പിന്നെ പറയുന്നത്, ഇതിനകത്ത്
ഞാൻ നോക്കുമ്പോൾ നിയമപരമായിട്ടുള്ള ഒരു വിഷയമുണ്ട്, അത് നമുക്കെതിരാണ്. ഭരണഘടനാപരമായിട്ടുള്ള വിഷയം അത് പണ്ടേ നമുക്കെതിരാണ് ഈ വിഷയം എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ധാർമ്മികമായിട്ടുള്ളൊരു വിഷയം, നൈതികമായിട്ടുള്ളൊരു വിഷയം, അങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഈ നിയമപരവും ഭരണഘടനയും നമുക്കെതിരായത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ധാർമ്മികവും നൈതികതയും അങ്ങ് പിടിക്കാം. കന്യാസ്ത്രീകളെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഒരു പിഞ്ചു കുട്ടി ഒരു ഹിജാബ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ആ ഒരു കഷ്ണം തുണി അവിടെ കിടന്നോട്ടെ എന്ന് പറയാനുള്ള ഹൃദയവിശാലത നിങ്ങൾ കാണിക്കൂ കന്യാസ്ത്രീകളെ എന്നൊരു ലൈനിൽ പിടിക്കുക. അതാകുമ്പം ഇമോഷണലി നമുക്ക് എന്ത് ചെയ്യാം, ജനങ്ങളുടെ ഇടയിലോട്ട് തുളച്ച് കയറാം. അങ്ങനെയുള്ളൊരു സെറ്റപ്പ് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട്, അങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ദേവൂദ് സാർ, നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയ സംഘടനയുടെ അമീർ, മാധ്യമപ്രവർത്തകൻ്റെ വേഷം അണിഞ്ഞിരുന്ന് വിനയം വാരി വിതറിക്കൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, സുഹൃത്തുക്കളെ പ്രസംഗിക്കുകയാണ്. പിന്നെ നമ്മുടെ ദേവൂദ് സാർ എന്താണ് പറയുന്നത്, ലോകത്ത് പല സ്ഥലങ്ങളിൽ ഹിജാബ് വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിമ്മതിയായി. ലോകത്ത് പല സ്ഥലങ്ങളിലും ഈ സാധനം വിവാദമായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം മെലോണി, അതായത് ഇറ്റലിയിലെ പ്രധാനമന്ത്രിയെ പ്രസിഡൻ്റായി എന്ത് ചളവാവട്ടെ, ആ മെലോണി അത് നിരോധിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മുതൽ പബ്ലിക്കായിട്ട് ഇത് ഇട്ടുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ ഇന്ത്യൻ മണി അത് പിഴ അടിച്ചു തരും എന്നാണ് മെലോണി പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലായിടത്തും ഈ സാധനം വിവാദമാണ് എന്ന് അറിയാതെ പറയുകയാണ്, പക്ഷേ അതൊരു നന്മ ആംഗിളിൽ പറഞ്ഞെന്നുള്ള വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി സ്കൂൾ നോംസ് ഞാൻ വായിച്ചു നോക്കി. അതിൽ പറയുകയാണെങ്കിൽ ഈ ആൺകുട്ടികൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ കൃത്യമായി നോക്കി. അതിൽ ഉണ്ട്, എഴുതിയിട്ടുണ്ട്. പക്ഷേ പെൺകുട്ടികൾ ധരിക്കേണ്ട വസ്ത്രം ഏതാണെന്ന് ഞാൻ വായിച്ചു നോക്കി, അതിലും ഉണ്ട്. പക്ഷേ അവിടെ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചത്, എൻ്റെ നിഷാദെ, നീ ഞെട്ടിപ്പോയി എൻ്റെ നിഷാദെ. അതായത് ഹിജാബ് ധരിക്കേണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. എന്തൊക്കെ ധരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ പെൺകുട്ടികൾ ധരിക്കേണ്ട വസ്ത്രങ്ങളെല്ലാം പറയുന്നത്, യൂണിഫോം എല്ലാം പറയുന്നതോടുകൂടി തന്നെ ഹിജാബ് ധരിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മുടെ ദേവൂദ് സാറിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികൾ തലയിൽ തൊപ്പി ധരിക്കണ്ട എന്നും അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. നല്ല ബെസ്റ്റ് കണ്ടുപിടുത്തമാണ്. നാളെ ഒരു ആൺകുട്ടി അവിടെ വരുമ്പോൾ തലയിൽ തൊപ്പിയും കാതിൽ 2 കമ്മൽ ധരിക്കേണ്ടെന്നും പറഞ്ഞിട്ടില്ലോ. കഴുത്തിൽ 2 ചങ്ങലയിട്ട്, കയ്യിൽ 2 ഗ്ലൗസും ഇട്ട് മഞ്ഞ് മനുഷ്യനെ പോലെ വന്നിരിക്കുക അവിടെ. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ധരിക്കേണ്ട എന്ന് പറഞ്ഞ് അവിടെ കയറി ഇരിക്കാൻ സാധിക്കും. എവിടെ നിന്ന് വരണടാ ഇവനൊക്കെ? അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്, എവിടെ നിന്ന് വരണം ഇവനൊക്കെ? മതം തലയ്ക്ക് പിടിച്ച മനുഷ്യന് വട്ടായി പോകും എന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഏകദേശം വിശ്വാസം വരുന്നുണ്ട്. നമ്മളെ കിളിച്ചുണ്ട മാമ്പഴത്തിൽ പറയുന്നത് പോലെ, നമ്മുടെ ജഗതി തേങ്ങ ഉടച്ചിട്ട് പറയില്ലേ ഇപ്പം വിശ്വാസം വരുന്നുണ്ടോ എന്ന് ചോദിക്കില്ല. അപ്പം നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ഹാജിയാർ പറയും ഇപ്പം ചെറുതായിട്ട് വിശ്വാസം വരുന്നുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ അവസ്ഥ സുഹൃത്തുക്കളെ. മതം തലയ്ക്ക് പിടിച്ച വട്ടായി പോവും എന്ന് ഈ അമീറിനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിനെ നമ്മുടെ ദാവൂദ് സാർ പറയുന്ന വേറൊരു മുട്ടക്കാട്ടം പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഹെഡ് സ്കാർഫ് പറ്റില്ല എന്ന് പറഞ്ഞാലും അത് പറ്റില്ല എന്നുള്ളത് ഭരണഘടനാപരമായിട്ട് ശരിയല്ല എന്നാണ്. അതായത് താൻ ആരാണെന്ന് തനിക്ക് അറിഞ്ഞൂടെങ്കിൽ താൻ എന്നോട് ചോദിക്കും താൻ ആരാണെന്ന്. ഇനി താൻ ആരാണെന്ന് തനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും എന്ന് നമ്മുടെ കുതിരവട്ടം പപ്പു പറയുന്നത് പോലെ എന്തൊക്കെയോ പുലമ്പുന്നു. പോയിന്റുകൾ കിട്ടുന്നില്ല അണ്ണൻ എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഇത് എങ്ങനെ പറഞ്ഞ് ഒപ്പിക്കും, എവിടെ നിന്ന് തുടങ്ങി എവിടെ കൊണ്ട് ഒപ്പിക്കും, ഒരു എത്തും പുത്തും കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് അണ്ണൻ കടന്നുപോയത്. അതുകൊണ്ടാണ് നമ്മൾ കുറ്റം പറഞ്ഞ കാര്യമില്ല. അതായത് ഹിജാബ് നിരോധിക്കാനായിട്ട് ഹിജാബ് വേണ്ട എന്ന് സ്കൂള് പറഞ്ഞാലും ഹിജാബ് വേണ്ട എന്ന് ഭരണഘടനയ്ക്ക് പറയാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ ചോദ്യം. അത് സ്റ്റേറ്റിന് പറയാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 25 എടുത്ത് അണ്ണൻ മുന്നിലേക്ക് വയ്ക്കുന്നു. ഇവരുടെ എല്ലാം അതിഭീകരമായിട്ടുള്ള, അതായത് കണ്ടവൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഇവരെല്ലാം ഭരണഘടന എടുത്ത് മുന്നിലേക്ക് വയ്ക്കും. കണ്ടവൻ്റെ മൂക്കിടിച്ച് വരുത്തിയിട്ട് പറയും എൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയും. കണ്ടവൻ്റെ തള്ളയ്ക്ക് വിളിച്ചിട്ട് പറയും എൻ്റെ സ്വാതന്ത്ര്യമാണ്. എന്ത് സ്വാതന്ത്ര്യം? അപ്പോൾ ഞാൻ ആർട്ടിക്കിൾ കണ്ടിട്ടില്ലേ, അഭിപ്രായ സ്വാതന്ത്ര്യം. അതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് എൻ്റെ തള്ളയ്ക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? അതും ഭരണഘടനയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്ന്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നീ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേറെ സ്വാതന്ത്ര്യം ഭരണഘടനയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കേണ്ടി വരും. ആ സ്വാതന്ത്ര്യം എനിക്ക് എടുത്ത് ഉപയോഗിക്കാനുള്ള ഇട വരുത്തരുത് എന്ന് മാത്രമേ ഇവറ്റകളോട് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾ 25 മതം പ്രചരിപ്പിക്കാനും മതം അനുഷ്ഠിക്കാനും ഉള്ള മൗലികാവകാശം അതെടുത്ത് മുന്നിലേക്ക് വെച്ചു. ഈ മതം അനുഷ്ഠിക്കാനുള്ള ആർട്ടിക്കിൾ 25 പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഈ ആർട്ടിക്കിൾ 25 മാത്രമേ ഇവന്മാർ കാണുള്ളൂ. ഈ ഭരണഘടന ഇങ്ങനെ പൊക്കി പിടിച്ചാൽ മാത്രം പോരാ, അതും തുറന്ന് വായിക്കണം. അതിൻ്റെ അങ്ങോട്ടേക്ക് 2 പേജ് മറിച്ച് നോക്കുമ്പോൾ ആർട്ടിക്കിൾ 30 ഉണ്ട്. അതിനകത്ത് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനുള്ള അവകാശം കൂടെ പറയുന്നുണ്ട്. മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്തൊക്കെയാണ് അവകാശങ്ങളുള്ളത് അതുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഇടയ്ക്കൊന്ന് വായിച്ച് നോക്കുക. അല്ലാതെ എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും നമുക്കെതിരെ നമ്മുടെ മതത്തിനെതിരെ ഒരു ആക്രമണം നടക്കും, ഉടനെ ഭരണഘടനത്തെ ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് ഈ ആർട്ടിക്കിൾ ഇത് അടിപൊളി ആർട്ടിക്കിൾ, ഇത് പൊളി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പരിപാടി ഇവിടെ നടക്കരുത്. ഇവിടെ നിയമവും കോടതിയൊക്കെ ഉള്ളത് ചുമ്മാ കണ്ണുമിഴിച്ചിരിക്കാനല്ല എന്നുള്ളത് കൂടെ അന്നൊന്ന് മനസ്സിലാക്കാൻ നല്ലതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അങ്ങനെ ആർട്ടിക്കിൾ 25 എടുത്തു പിടിച്ചു. അതും ചീറ്റി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റേറ്റിന് പോലും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ലല്ലോ.
സ്റ്റേറ്റ് ഇതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ തോന്നുന്നു? പ്രത്യേകിച്ച് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയൊക്കെ മുട്ടിടിക്കും. നമ്മുടെ ശിവൻകുട്ടി എണ്ണ ആദ്യം പറഞ്ഞു ഹിജാബ് ഇട്ടുകൊണ്ട് കുട്ടികളകത്തോട്ട് കയറ്റണം, മേലാൽ സ്കൂളിൽ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ തിരിഞ്ഞിട്ട് സ്കൂളിനും ചെറിയ അവകാശങ്ങളൊക്കെ ഉണ്ട്. അതായത് ഹിജാബ് എന്തിനാണ് ഇട്ടുകൊണ്ട് വരുന്നത്? സ്കൂളിൻ്റെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൂടെ? എന്തായാലും രണ്ട് ബൈറ്റായിട്ടാണ് പോയത്. എനിക്ക് തോന്നുന്നത് കൈതളിക്ക് കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൈതളിക്ക് ഈ ഹിജാബ് സംരക്ഷിക്കാനായിട്ട് ഇയാളൊന്നും ചെയ്തില്ല എന്ന് ഇവിടെയുള്ള സമുദായം, ഈ മുസ്ലിം സമുദായം പറയുകയാണെങ്കിൽ കൈരളിക്ക് ഈ ബൈറ്റ് എടുത്ത് മുമ്പ് വയ്ക്കാം. കണ്ട, അണ്ണൻ്റെ ബൈറ്റ് ഉണ്ട്, അണ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി അപ്പുറത്തുള്ള ഇത് ഭരണഘടനയുടെ ലംഘനമല്ലേ എന്ന് ഭരണഘടനാവാദികൾ വാദിച്ചാൽ ഇപ്പുറത്തുള്ള ബൈറ്റ് എടുത്ത് മുമ്പ് വയ്ക്കാം. കണ്ടോ, അണ്ണൻ ഇതും പറഞ്ഞിട്ടുണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്, ഇതും പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമുള്ളത് ഏതാണ് നിങ്ങൾ അങ്ങ് എടുത്തോ എന്നുള്ള രീതിയിലാണ് അണ്ണൻ്റെ കാര്യം പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനത്തെ ഒരു രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്താക്കുക സഹിക്കണം. ഉത്തരേന്ത്യയിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല, 2 വരി പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഇത് കേരളത്തിൽ സ്വന്തം തലയ്ക്ക് മാട്ടയായിപ്പോയി. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആർട്ടിക്കിൾ 25 സ്റ്റേറ്റിൻ്റെ റെസ്ട്രിക്ഷൻ, ആർട്ടിക്കിൾ 25 പ്രകാരം സ്റ്റേറ്റിന് റെസ്ട്രിക്ഷൻ ചെയ്യാൻ പോലും സാധിക്കില്ല ഹിജാബ്. പക്ഷേ റെസ്ട്രിക്റ്റ് ചെയ്യാം. എങ്ങനെയാണ്? പബ്ലിക് ഓർഡർ, ഹെൽത്ത്, മൊറാലിറ്റി ഇതിനെ ബാധിച്ചാൽ മാത്രം എന്ത് ചെയ്യാം? റെസ്ട്രിക്റ്റ് ചെയ്യാം. ഈ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ സ്കൂളിൽ അതൊന്നും ഇല്ലേ? നമ്മൾ ഈ മൊറാലിറ്റിയൊക്കെ പഠിക്കാനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നതെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എല്ലാ ഇന്ത്യൻ പൗരന്മാരും തുല്യരാണ് എന്നുള്ളതാണ് ആദ്യത്തെ മൊറാലിറ്റി എന്ന് പറയുന്നത്. അതായത് എല്ലാ ഇന്ത്യൻ പൗരന്മാരും തുല്യരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അവിടെ എന്തില്ല? ഉയർന്നവനില്ല, താഴ്ന്നവനില്ല, പാവപ്പെട്ടവനില്ല, പണക്കാരില്ല, എല്ലാവർക്കും സെയിം യൂണിഫോം. അതുകൊണ്ട് ആ സെയിം യൂണിഫോം ഇട്ട് കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നീയും ഞാനും തമ്മിൽ എന്താണ് ഉയർച്ച താഴ്ചയൊന്നുമില്ല എന്ന് കാണിക്കാനാണ്. പിന്നെ ഇവർക്കിടയിൽ ഈ പൊളിറ്റിക്സ് കയറി വരുമ്പോഴാണ് പിന്നെ ജാതിയായി, മതമായി, മറ്റതായി, മറിച്ചതായി ഇതൊക്കെ കയറി വരുന്നത്. അത് പൊളിറ്റീഷ്യൻസ് കൊണ്ടുവരുന്ന സാധനമാണ്. പക്ഷേ കൊച്ചു കുട്ടികൾക്ക് അവർ എല്ലാവരും ഒരുപോലെ യൂണിഫോം ഇടുമ്പോൾ, അങ്ങനെ യൂണിഫോം ഇടുമ്പോൾ എന്താണ്, ഒരുത്തൻ ഇട്ട യൂണിഫോമിന് എന്താണ് ഒരു പാൻറ് ഇടാൻ പറയുന്നത്. ആ പാൻറ് ലോ വേസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ലോ വേസ്റ്റ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, സ്കിൻ ഫിറ്റ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പം ടീച്ചർ വേണം ഇടയിൽ ഇറങ്ങും, നീ ഇവിടെ ഇരിക്കേണ്ട, നീ ഇറങ്ങി, നീ വീട്ടിൽ പോയി ഇത് മാറ്റിയിട്ട് വന്നാൽ മതി എന്ന് പറയും. ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള കാര്യമാണിത്. സ്കൂളിൽ 2 സൈഡും ക്രോപ്പ് ചെയ്തുകൊണ്ട് പോയതിന് ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതെന്ത് മുടി, എന്തൊക്കെയാണ്ടാ മുടി വെട്ടി വെച്ചിരിക്കുന്നത്, നീ ഇങ്ങനെയാണാടാ മുടി വെട്ടുന്നത്, നീ ഒരു കാര്യം ചെയ്യും, നീ മൊത്തം പോയി മുട്ട അടിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ ചരിത്രമുള്ള മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം. കാരണം എല്ലാ പിള്ളേരും മാന്യമായിട്ട് മുടി വെട്ടിക്കൊണ്ട് വരുമ്പോൾ നിനക്കെന്ത് കൊമ്പുണ്ടാ എന്നാണ് എൻ്റെ ടീച്ചർ എന്നോട് ചോദിച്ചത്. അതിലെനിക്ക് യാതൊരുവിധ വിഷമവും ഇല്ല, റിഗ്രറ്റും ഇല്ല. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണെന്ന്. കാരണം അതിൻ്റേതായിട്ടുള്ള ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ കടന്നു വരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ യൂണിഫോമൊക്കെ ഇങ്ങനെ യൂണിഫോമിറ്റിയിൽ ധരിക്കുമ്പോൾ ഭാവിയിൽ നിന്നെപ്പോലുള്ള വിഷങ്ങൾ വന്ന് വിഷം കുത്തി വയ്ക്കാനായിട്ട് പോകുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത് അവിടെയായിരിക്കും, അവർ പോലും അറിയാതെ. ഇതിൻ്റെ ഒരു തത്വം അവിടെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പൊക്കോട്ടെ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ആർക്കും എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരാതിരിക്കാനാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഹിജാബ് എന്ന് പറയുന്ന ഈ സാധനം ധരിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മുടെ ദാവൂദ് എന്ന ഒരു കാര്യം കൂടെ ചിന്തിച്ച്, ഇനിയിപ്പോൾ നാളെ ആരെങ്കിലും കാവിശോളം ഇട്ടുകൊണ്ട് വന്ന് അതിനെ ന്യായീകരിക്കേണ്ടി വരുമോ എന്ന് ദാവൂദ് അണ്ണൻ ചിന്തിച്ചു. അപ്പോൾ ദാവൂദ് അണ്ണൻ എന്ത് പറഞ്ഞു? എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഉണ്ട്, അതായത് നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട റിലീജിയസ് പ്രാക്ടീസുകൾ നമുക്കുണ്ട്. അതിൽ ഒന്നാണ് ഹിജാബ് എന്ന് ആര് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ കർണാടക ഹൈക്കോടതി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹിജാബ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? മതപണ്ഡിതന്മാരുടെ ഒപ്പീനിയൻ എടുത്തു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സമുദായത്തിനകത്ത് തന്നെ ഇത് എസെൻഷ്യൽ ആണോ എസെൻഷ്യൽ അല്ലേ എന്നുള്ളത് 2 അഭിപ്രായമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ 5 എസെൻഷ്യൽ ആയിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസാണ് വരുന്നത്. സക്കാത്ത്, നിസ്കാരം, അങ്ങനെ പല കാര്യങ്ങൾ പോകും. നിസ്കരിക്കാനൊക്കെ അവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. വെള്ളിയാഴ്ച ആകുമ്പം എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും മുസ്ലിം കുട്ടികൾക്കും നിസ്കരിക്കാനായിട്ട് സ്കൂളുകൾ തുറന്നു കൊടുക്കുന്നുണ്ട്, സ്കൂളുകൾ അനുവദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോയി നിസ്കരിച്ചിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് എസെൻഷ്യൽ ആയിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസാണ്. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ അതിനകത്ത് ഹിജാബിനെ കൂടെ തിരികെ കയറ്റാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ പല കാര്യങ്ങളും ഇതുപോലെ തിരികെ കയറ്റിയിട്ട് ഇതൊക്കെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണെന്ന് പറയാമല്ലോ. നാളെ ഏതെങ്കിലും ഒരു ഹിന്ദു ആയിട്ടുള്ളൊരു കുട്ടിക്ക് എന്ത് ചെയ്യാം? ഞാൻ ഡെയിലി വീട്ടിൽ ഗണപതി ഹോമം നടത്താറുണ്ട്, അതെൻ്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ്. കോടതിയിൽ പോയി വാദിച്ച് 2 ആൾക്കാരെ, 2 മതപണ്ഡിതന്മാരെ കൊണ്ടുപോയി അവിടെ കണ്ട ഈ വേദത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ വേദത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, ഈ വേദത്തിൽ രാവിലെ എണീച്ച് അഗ്നിഹോത്രം നടത്തണം, ഈ വേദത്തിൽ എണീച്ച് വൈകുന്നേരം എണീച്ച് സന്ധ്യ നമസ്കാരം നടത്തണം, അതിൻ്റെ ഇടയിൽ ഗണപതി ഹോമം നടത്തണം എന്നൊക്കെ പറഞ്ഞ് അവിടെ വന്നിട്ട് സ്കൂളിൽ വന്നിട്ട് ഹോമകുണ്ടമൊക്കെ ഒരുക്കി ഗണപതി ഹോമം നടത്താനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു കൊടുത്താൽ നമ്മുടെ നാട് എങ്ങോട്ടേക്ക് പോകും എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്കൂളിൽ മതം, നെഹി എന്ന് പറഞ്ഞാൽ നെഹി, കേട്ടത്തില്ല, അത്ര മാത്രമേ ഉള്ളൂ. കേട്ടത്തില്ല എന്ന് പറഞ്ഞാൽ കേട്ടത്തില്ല.
അതിപ്പോഴും പറയുകയാണ്, എപ്പോഴും പറയുകയാണ്, ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. ഇനി അടുത്തതായിട്ട് 2016 ജസ്റ്റിസ് മുഷ്താഖ് വിധിച്ചു ഹിജാബ് ആകാം എന്ന് വിധിച്ചു. പക്ഷേ ആ ജസ്റ്റിസ് മുഷ്താഖ് 2018 ഹൈക്കോടതിയിൽ വിധിച്ചു എന്താണ്, ഹിജാബ് വേണ്ട എന്ന് കൃത്യമായിട്ട് മാറ്റി വിധിച്ചിട്ടുണ്ട്. ആ വിധിയും പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് പിന്നെ ദാവൂദ് അണ്ണൻ്റെ അടുത്ത വാദം എന്ന് പറയുന്നത്. എല്ലാ വാദവും ചീറ്റി പണ്ടാരം അടങ്ങി പോവുകയാണ്. എന്തായാലും അതിൻ്റെ അവസാനം അണ്ണ ഒരു സത്യം വിളിച്ചു പറഞ്ഞു. ഈ സ്കൂളിൽ യൂണിഫോമേ വേണ്ട എന്ന പക്ഷക്കാരനാണ് ഞാൻ. താലിബാൻ്റെ നിയമവും അങ്ങനെയൊക്കെ തന്നെയാണ്. താലിബാൻ്റെ നിയമം എന്ന് പറയുന്നത് സ്കൂളിലേ പിള്ളേർ പോകണ്ട എന്നാണ് താലിബാൻ്റെ നിയമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അണ്ണൻ പറയുന്നത് സ്കൂളിൽ യൂണിഫോമേ വേണ്ട, എന്തിനാണ് ഈ യൂണിഫോം, സ്കൂളിൽ യൂണിഫോം ഇടാതെ പോകണം, വേറെ കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകണം എന്നാണ് അണ്ണൻ്റെ പക്ഷം എന്ന് പറയുന്നത്. എന്തായാലും താലിബാൻ ഇവിടെ വന്നിട്ട് അവന്മാർ പോലും മാറി. സ്ത്രീകളെ അവന്മാർ എന്ത് ചെയ്തു, കൃത്യമായിട്ട് അവന്മാരുടെ പത്രസമ്മേളനത്തിൽ വിളിച്ചു. അവിടെ അഫ്ഗാനിസ്ഥാൻ താലിബാനിൽ കുട്ടികൾ, അതായത് പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ കൊതിക്കുമ്പോൾ ഇവിടെയുള്ള മതമൗലികവാദികൾ, ഈ SDP, പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ എന്ത് ചെയ്യുന്നു, പെൺകുട്ടികളെ ഹിജാബ് ധരിച്ചില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയിൽ നീയൊക്കെ ഏത് നൂറ്റാണ്ടിലൂടെ ജീവിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനായിട്ടുള്ളൂ. ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ചോദ്യം തന്നെ മനസ്സിലാവാൻ ഇനി ഒരു 100 വർഷം കഴിയണമെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ അണ്ണൻ പറയുന്നത് സിഖുകാർക്ക് ടർബൻ ധരിക്കുക, ആദ്യം വന്നെത്തുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. സിഖുകാർക്ക് ടർബൻ ധരിക്കുക എന്നുള്ളത് മാത്രമല്ല, കയ്യിൽ മറ്റേ കത്തിയൊക്കെ എടുത്ത് വയ്ക്കാനുള്ള കൃത്യമായിട്ടുള്ള സെറ്റപ്പ് സിഖുകാർക്കുണ്ട്. അത് അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ് എന്നുള്ളത് കൊണ്ടാണ് സിഖുകാർക്ക് അത് ധരിക്കാം. അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ്. നിങ്ങൾക്കും ഉണ്ട്, അതായത് മുസ്ലിം സമുദായത്തിനും ഉണ്ട് അതുപോലെയുള്ള എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. ഞാനൊരു ഹിന്ദുവായിട്ട് എനിക്ക് പോലും അറിഞ്ഞൂടാ ഹിന്ദുക്കളുടെ ഇടയിൽ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്താണെന്ന്. അത് എനിക്ക് പോലും അറിയാത്തൊരു സാഹചര്യമാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം, എനിക്കിവിടെ പഠിക്കാമല്ലോ. എന്തായാലും ഈ സിഖുകാർക്കിടയിൽ അതുകൊണ്ട് പോരാത്ത ഈ സിഖുകാർക്കിടയിലുള്ള ഈ കത്തി ഉണ്ടല്ലോ, ഈ കത്തി, ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെങ്കിൽ പോലും വിമാനത്തിൽ കയറ്റില്ല. അറിയാം, വിമാനത്തിൽ പോകുമ്പോൾ ഈ സാധനം കയറ്റില്ല. അവിടെ എന്തിനാണ് വലുത്, അവിടെ ബാക്കിയുള്ള ജനങ്ങളുടെയും ആ രാജ്യത്തിൻ്റെയും സുരക്ഷയ്ക്കാണ് പ്രാധാന്യം. ഏതെങ്കിലും ഒരു സിഖുകാരൻ ഈ കത്തിയും കൊണ്ട് എനിക്ക് അവിടെ കയറണം, ഇല്ലെങ്കിൽ ഞാൻ കയറില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേൾക്കില്ല. ചില ഫ്ലൈറ്റുകളിൽ, അതായത് വിരലിൽ എണ്ണാവുന്ന ചുരുക്കം ചില ഫ്ലൈറ്റുകളിൽ മാത്രം വളരെ സെക്യൂരിറ്റിയോടുകൂടി എക്സെപ്ഷൻസ് കൊടുക്കാറുണ്ട്. ചുമ്മാ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അതുപോലും അവർ മാറ്റി വയ്ക്കാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ദാവൂദ് അണ്ണൻ പറയുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഹെഡ് സ്കാർഫ് ഇട്ട് വന്ന ആ കന്യാസ്ത്രീ അവരുടെ തിരുവസ്ത്രം അണിഞ്ഞ് വന്നതിൽ വളരെ വലിയ ചീത്തയാണ് ഇപ്പോൾ ഈ സുഡാപ്പിയുടെ ഭാഗത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ചീത്തയെന്ന് പറഞ്ഞാൽ കേട്ടാലിറക്കുന്ന ഭാഷയിലാണ് അവരെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കത് വായിക്കാൻ പോലും പറ്റത്തില്ല. പച്ചത്തെറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ തെറികളാണ് ഈ സ്ത്രീയെക്കുറിച്ചും ഈ സ്ത്രീ പ്രതിനിധീകരിക്കുന്ന ഈ കന്യാസ്ത്രീ സമൂഹത്തെക്കുറിച്ചും SDP-യെയും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സ്ലീപ്പർ സെല്ലുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അറുമാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കന്യാസ്ത്രീയുടെ നിയമപ്രകാരം അവരുടെ യൂണിഫോമാണത്. അവർ ആ യൂണിഫോമിൽ എന്തെങ്കിലും ആൾട്രേഷൻ കാണിക്കുന്നുണ്ടോ? ഒരു കന്യാസ്ത്രീ, അതൊരു പള്ളിയിലച്ഛനായി കഴിഞ്ഞാൽ പള്ളിയിലച്ഛൻ്റെ വേഷം എന്താണ്? പള്ളിയിലച്ഛനൊരു തിരുവസ്ത്രമുണ്ട്, അതാണ് പള്ളിയിലച്ഛൻ്റെ വേഷം. കന്യാസ്ത്രീ ആയിക്കഴിഞ്ഞാൽ ആ ഹെഡ് സ്കാർഫ് ഉൾപ്പെടെ അവരുടെ വേഷമാണ്, അതാണ് അവരുടെ യൂണിഫോം എന്ന് പറയുന്നത്. ആ കന്യാസ്ത്രീ ഹെഡ് സ്കാർഫ് ഇട്ടില്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവരെ ചോദ്യം ചെയ്യേണ്ടത്. എന്തുകൊണ്ട് കന്യാസ്ത്രീ ഹെഡ് സ്കാർഫ് ഒന്നും ഇടാതെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് മുടിയിലൊക്കെ ഫെമ്മ കടിച്ച് കന്യാസ്ത്രീ ഇങ്ങനെ യോ എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ നമ്മൾ അപ്പോൾ നമ്മൾ പറയണം, നിങ്ങൾക്കത് അനുഷ്ഠിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ കന്യാസ്ത്രീ ആവണ്ട എന്ന് നമുക്ക് അവരോട് പറഞ്ഞ് അവരെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, കന്യാസ്ത്രീ ആവാനായിട്ട്? അത് അനുഷ്ഠിക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ മാറിയെന്ന് ഒരു പ്രശ്നവുമില്ല, ഇവിടെ നോ ഇഷ്യൂസ് എന്ന് നമുക്ക്. പക്ഷേ ഒരു കന്യാസ്ത്രീ ഇതുവരെ യോ ആയിട്ട് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതാണ് അവരുടെ യൂണിഫോം. അതുപോലെ സ്കൂളിലെ യൂണിഫോം ഇതാണ്, ഇതിടണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇതുപോലും മനസ്സിലാക്കാത്ത മണ്ടന്മാരാണ് ഈ അടുപ്പ് കൂട്ടിയിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ അറിഞ്ഞുകൂടായിരുന്നു. അതിൽ തന്നെ വന്നെത്തുമെന്ന് എനിക്കറിയാമല്ലോ. ഇനി അവസാനമായിട്ട് അണ്ണൻ്റെ അപേക്ഷയാണ്. ഹൃദയവിശാലതയുള്ള സ്ത്രീകളാണ് കന്യാസ്ത്രീകൾ. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവരുടെ ഹൃദയം തുറന്നു കൊടുത്ത് ഒരു ചെറിയ കഷ്ണം തുണിയല്ലേ അത് ആ കുട്ടിക്ക് ഇടാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം എന്നാണ് നമ്മുടെ അണ്ണൻ പറയുന്നത്. ഇതുപോലെ എനിക്ക് അണ്ണനോട് തിരിച്ചു പറയാനുള്ളത്, അണ്ണ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 60-70 കുട്ടികളും ഉണ്ട്. അതിലൊരു കുട്ടിക്ക് വേണ്ടി എക്സെപ്ഷൻ കാണിക്കുന്നത് അത്രയും കുട്ടികളോട് കാണിക്കുന്ന വിവേചനമാണ്. അതുകൊണ്ട് അണ്ണൻ കുറച്ച് ഹൃദയവിശാലത കാണിക്കുക. കുറച്ച് നേരമല്ലേ, ഒരു കഷ്ണം തുണിയല്ലേ, ആ തുണി ആ സമയത്തേക്ക് മാത്രം സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാലോ വീട്ടിലിരിക്കുമ്പോഴോ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോഴോ വിദേശ രാജ്യത്ത് പോകുമ്പോഴോ ഇനി അണ്ണനൊരു കാര്യം ചെയ്യും, ഇത് നിരോധിച്ചിരിക്കുന്ന ഇറ്റലിയിൽ ആ പെൺകുട്ടി പോയാലും ഇട്ട് നടന്നോട്ടെ, എനിക്കൊരു വിരോധമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ എന്തിനാണ് അതേ ഹൃദയ വിശാലതയോടെ നെന്മ ആംഗിൾ പിടിച്ച് ഞാൻ അണ്ണനോട് പറയുകയാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യ്. അപ്പോൾ ശരി.